ഇപ്പം മിക്കവാറും ശിവരാത്രി രഥവും എന്തുവാ ഇതൊക്കെ കാളയും തേരും ഒക്കെ വലിക്കുന്നതെല്ലാം വളരെ മദ്യപിച്ചിട്ടൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ശിവരാത്രി ദിവസമാണ് രാവിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല, ഞങ്ങളുടെ ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഈ ചാണക വരളി ഉണ്ടാക്കി വെച്ചിട്ട് ഉമിയിട്ട് പുകയ്ക്കും. അതുകൊണ്ട് ശിവരാത്രി ദിവസമുള്ള ആചാരങ്ങളെല്ലാം കളയാതിരിക്കുക, രാത്രിയിൽ ഉറക്കം നിൽക്കുക, നോൺ വെജ് കഴിക്കാതിരിക്കുക, പരമാവധി ആഹാരം കഴിക്കാതിരിക്കുക, ഉപവാസം. അന്നത്തെ ദിവസം നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ. സർ, ഇനിയിപ്പോൾ ശിവരാത്രിയാണ് വരാൻ പോകുന്നത്. ശിവരാത്രിയുടെ ഐതിഹ്യമൊക്കെ ഒത്തിരി കേട്ട് കഴിഞ്ഞ കഥയാണ്. ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ശരിക്കും? അതിലിപ്പോഴും ആർക്കും വലിയൊരു ഗ്രാഹ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എങ്ങനെയാണ് നമ്മുടെ ശിവരാത്രി വ്രതം എടുക്കേണ്ടത്? അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള വ്രതശൈലിയെക്കുറിച്ച് പറയാം. അങ്ങനെയാണ് വരേണ്ടത്. അത് കുറച്ച് കൂടുതലായിരിക്കും എങ്കിലും കേൾക്കും. ശിവരാത്രി ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് മുഖ്യം. എന്ന് വെച്ചാൽ എന്തെങ്കിലും വിശന്ന വല്ലതും കഴിക്കുക. ഈ വൃദ്ധരും പിഞ്ചു കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പണ്ട് കാലത്ത് വലിയ വ്രതമായിരിക്കും. ആ ദിവസം രാത്രിയിൽ ഉറക്കം നിൽക്കുകയും വേണം. നമ്മൾ ആഹാരമേ കഴിക്കുക. അതൊരു ദോഷ ദിവസമായിട്ടാണ് പറയുന്നത്. ശിവരാത്രി ആഘോഷമാക്കുന്നത് ആ ദോഷത്തിൽ നിന്ന് നേരിടാനുള്ള ശേഷി കിട്ടാൻ വേണ്ടി. ആ ദിവസം നമ്മളൊരു പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങി വയ്ക്കാറില്ല. ആ ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും ഈ പല വിധത്തിലുള്ള ആപത്തുകൾ ആരംഭിക്കാൻ തുടങ്ങുന്നതിനൊരു മുന്നോടിയായിട്ടുള്ള ദിവസമായിട്ട് അതിനെ പറയും. അതുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഉത്തരായനത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ആ കാളരാത്രിയായിട്ട് നമ്മളതിനെ വല്ലാത്ത ഒരു രീതിയിലാണ് കാണുന്നത്. ആ ദിവസം രാത്രിയിൽ ഉറങ്ങരുതെന്നും അന്നത്തെ ദിവസം ആഹാരമൊക്കെ ഇങ്ങനെ കഴിക്കാതെ വ്രതമായിരിക്കണമെന്നുമാണ് അതിൻ്റെ രീതി. ഇപ്പം പിന്നെ ശിവക്ഷേത്രങ്ങളിൽ പോലും ഉച്ചയ്ക്ക് അന്നത്തെ ദിവസം സദ്യ വയ്ക്കുക. ഇപ്പം എല്ലാ അമ്പലങ്ങളിലും ഉത്സവ ദിവസങ്ങളിൽ സദ്യ വയ്ക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ആ ദിവസങ്ങളിൽ വീടുകളിൽ വയ്പ്പില്ല. അപ്പോൾ അവിടെയും സ്ത്രീകൾ രക്ഷപ്പെട്ടു. ഇവിടെ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരാണ് കിടന്ന് വിഷമിക്കുന്നത്. അവർക്കിത് ആരെങ്കിലും കൊണ്ടുപോയി പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുത്താലേ വെക്കും. അങ്ങനെ ഒരു ദോഷത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈയിടയ്ക്ക് ആരോ പറഞ്ഞു ശിവരാത്രി ദിവസം അവിടെ അവരുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ മറ്റോ സദ്യ വെച്ചിരിക്കുന്നത്. ആ ദിവസം ശിവരാത്രിക്ക് അതെ, ഉത്സവം ഉണ്ട്. പക്ഷെ ആ ദിവസം വ്രതമായിരിക്കണം. അന്ന് നമ്മൾ ഈ 100 ഇപ്പം മിക്കവാറും ശിവരാത്രി രഥവും എന്തുവാ ഇതൊക്കെ കാളയും തേരും ഒക്കെ വലിക്കുന്നതെല്ലാം വളരെ മദ്യപിച്ചിട്ടൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഞാനിതൊന്നും കാണാൻ അങ്ങനെ പോകാറില്ല. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടുന്ന് കുറേ ദൂരെയുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ഞാൻ കണ്ടിരുന്നു, എല്ലാവരുടെയും മാംസം കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ ആ ദിവസം ഏറ്റവും കൂടുതൽ ആ പ്രദേശത്തെ കുറച്ചും കൂടെ ഒരു ഉൾപ്രദേശമാണ്. അവിടെ ഇങ്ങനെ ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്താ ഇങ്ങനെ? അപ്പോൾ ഈ ദിവസമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇത് വിറ്റ് മാറുന്നതാണ്. ഒരു ഉൾപ്രദേശമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയൊരു സംശയമാണ്, ഈ ഉത്സവ ദിവസങ്ങളിൽ എല്ലാവരുടെ വീട്ടിലും നോൺ വെജ് ആയിരിക്കും. ഈ നോൺ വെജ് കൂട്ടിക്കൊണ്ട് ശരിക്കും അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? അതിലെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഓരോ ദേശത്തിൻ്റെ രീതിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്നാളിൽ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പണ്ട് കല്യാണ സ്ഥലങ്ങളിൽ ചെറുനാരങ്ങ കൊടുത്തിരുന്നു, ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു എറണാകുളത്തൊരു കല്യാണത്തിൽ വന്നപ്പോൾ അത് ഇപ്പോഴില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചെറുനാരങ്ങ കൊടുക്കുന്നത് ഒരു ആക്ഷേപം പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, കൊടുത്തേ നോക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ മുട്ടായിയാണ് കൊടുക്കുന്നത്. അയക്കൂ, മുട്ടായും കൊടുത്തോ, പക്ഷേ ഇതും കൂടെ കൊടുത്തില്ല, അവർക്കൊരു സമാധാനം വേണ്ടേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ആചാരങ്ങൾ തെറ്റിക്കുക. ഇപ്പോൾ ഇവിടങ്ങളിലാണെന്ന് തോന്നുന്നു അങ്ങനെ. ഞങ്ങളുടെ പ്രദേശത്തൊന്നും അത്രയായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഓരോരുത്തരും അനുകരിച്ച് തുടങ്ങുക. ഇപ്പോൾ ആഘോഷ ദിവസങ്ങളിൽ മാംസത്തിൻ്റെ ഒരു വരവ് ശരിക്കും തുടങ്ങി. ചില വിഭാഗങ്ങളിൽ അത് വളരെ കൂടുതലായിട്ടുണ്ട്, എന്നാൽ അത് ഒട്ടും ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ ശിവരാത്രി ദിവസമാണ് രാവിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല, ഞങ്ങളുടെ ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഈ ചാണക വരളി ഉണ്ടാക്കി വെച്ചിട്ട് ഉമിയിട്ട് പുകയ്ക്കും. എന്നിട്ട് അത് അന്നത്തെ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേനും നമ്മൾ വീടിൻ്റെ മുൻപിൽ അത് ചെയ്തിരിക്കണം. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഉണങ്ങിയത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ, നല്ല രസം. അതൊക്കെ ചെയ്യേണ്ടതാണ്. മനസ്സിന് ഒത്തിരി ഉണർവുണ്ടാക്കും. അത് ചാണകം ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെക്കണം. അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് നമ്മൾ ഒരു പ്രത്യേക വീടിൻ്റെ വാതിക്കൽ പൂമുഖത്താണ് മുന്നോട്ട് ഇറങ്ങി ചെല്ലുന്നത്. പടി അങ്ങോട്ട് കഴിയുന്നിടത്ത് അത് വെക്കുന്നത്. വെച്ചിട്ട് അതിങ്ങനെ മേളിൽ അടുക്കി ഒരു കൂന പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉമിയിട്ടതിന് ശേഷം തീ കത്തിച്ച് പുകയ്ക്കും. വിളക്കിലെ തിരി കത്തിച്ച് കൊണ്ടുവച്ച് കർപ്പൂരം ഇട്ടൊക്കെ കത്തിച്ചു വേണം. അത് പുകഞ്ഞ് നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് നല്ല സ്ഫുടം ചെയ്ത ഭസ്മാവും. അന്ന് രാത്രിയിൽ എടുക്കുക, തീയാണത്. പിറ്റേ ദിവസം രാവിലെ ഇത് അണഞ്ഞിരിക്കും, അതിനകത്തെ ഈ കനലെല്ലാം പോയിരിക്കും. നമ്മളത് വാരി ഓരോ ഈ ഉമിയുടെ ചാരമെല്ലാം മാറ്റിയിട്ട് ചാമ്പലൊക്കെ മാറ്റിയിട്ട് ഈ ഇതെടുത്ത് വെള്ളത്തിൽ ഇട്ട് കലക്കി വെച്ചിട്ട് തെളി ഊറ്റി പല ദിവസങ്ങളായിട്ട് വെള്ളം വീണ്ടും ഒഴിച്ച് തെളി ഊറ്റി ശുദ്ധീകരിച്ചെടുക്കുമ്പോഴത് ഭസ്മമായി.
ആ ഭസ്മം ഒരു ഈരേഴം തോർത്തിൽ എഴുതി ഞെക്കരുത്, ഇങ്ങനെ ഒഴിച്ചിട്ട് കെട്ടി ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് ഊറി വെള്ളം വീണിട്ട് അത് കണ്ടന്റ് അതിനകത്ത് ആ സത്ത് ആ ഭസ്മം അതിനകത്ത് ശരിയായിട്ടുള്ള അടിയും. അത് വീണ്ടും ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഇത് കത്തിക്കണം. ഇങ്ങനെ 3 പ്രാവശ്യം, 2 പ്രാവശ്യം സാധാരണ ചെയ്യും. അപ്പോൾ നല്ല വെള്ള ഭസ്മം ആകും. അത് 3 പ്രാവശ്യം ചെയ്താൽ നല്ല പൗഡർ പോലെ ഇരിക്കും. ഇതാണ് നമ്മൾ അടുത്ത 1 വർഷത്തേക്ക് നെറ്റിയിൽ തൊടാനൊക്കെ ഉപയോഗിക്കേണ്ട ഭസ്മം. ഇങ്ങനെയായിരുന്നു അമ്പലങ്ങളിൽ. പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് റെഡിമെയ്ഡ് വരാൻ തുടങ്ങിയ പിൽക്കാലത്താണ്. ഏകദേശം 90കളിലാണ് അത് വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ ഇതാണ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ അമ്പലങ്ങളിൽ പോലും ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ഭസ്മമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഭസ്മം നമ്മൾ മാല കൊരുത്തിടും, വാതുക്കൽ ഇറയത്തൊക്കെ പൂമുഖത്തിൻ്റെ വശങ്ങളിലൊക്കെ കെട്ടി തൂക്കിയിടും. കുളി കഴിഞ്ഞാൽ ഉടനെ തൊടാൻ. കുളിച്ചില്ലയിലും തൊടും, രാവിലെ മുഖം കഴുകിയിട്ടും ഒക്കെ ഒന്ന് പ്രായമുള്ളവരൊക്കെ ഒന്ന് തൊടും. ഭസ്മം ഒരു നിർബന്ധമായിരുന്നു. പ്രത്യേകിച്ച് ചില പ്രത്യേക സമുദായങ്ങളിലൊക്കെ ട്രഡീഷണലായിട്ട് മുമ്പേ പറഞ്ഞ പോലെ കെട്ടുറപ്പ് വിഭാഗങ്ങൾക്കൊക്കെ ഈ ഭസ്മം തൊടൽ പണ്ടൊരു നിർബന്ധമാണ്. ശരീരത്തിലെ ദുർമേധസ്സിനെ കളയണമെങ്കിൽ ഭസ്മം തൊട്ടിരിക്കണമെന്നാണ്. ഭസ്മം നെറ്റിയിൽ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. അപ്പോൾ അത് പിന്നെ മാല കൊരുത്ത് വയ്ക്കും. ഭസ്മക്കട്ടയുടെ മാല, ഭസ്മമാല എന്ന് പറയും. അതിങ്ങനെ മാലയായിട്ട് ഉരുള പിടിച്ചുണക്കിയത് ഇങ്ങനെ നൂല് കൊരുത്ത് കെട്ടിത്തൂക്കും. സൂചി കൊണ്ട് കൊരുത്തത് നൂലിട്ട്. അപ്പം നമ്മളത് ആ ഒരു തിടുക്കമുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഉണ്ണുക, ഉറങ്ങുക, അമ്പലത്തിൽ പോകുന്ന ഒരു കുറച്ച് തെള്ളും പിടിച്ചിട്ടിങ്ങനെ വരിക, അതിനകത്ത് എന്തർത്ഥം? പക്ഷേ ഈ ആചാരം ചെയ്യുന്നതിൽ ഒരുപാട് സൗന്ദര്യം, തികച്ചും സൗന്ദര്യാധിഷ്ഠിതമായ ആചാരങ്ങളാണ് നമുക്കുള്ളത്. ഇത് നമ്മൾ ഇനി കളയരുത്, തിരിച്ചിവയെ കൊണ്ടുവരണം. ഞാൻ എല്ലാവരോടും പറയും, ഈ പുകയൊക്കെ വരുമ്പോൾ നമുക്കൊരു രസമാണ് കാണുമ്പോഴോ, അങ്ങേ പോയിച്ച് രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ താമസിച്ചു. അപ്പം നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവരെയൊക്കെ അല്ല, ആരാ ഇവിടെ ഇപ്പം നേരത്തെ എഴുന്നേക്കുന്നത്? എഴുന്നേറ്റ് അപ്പോൾ തിരിച്ച് ഒരു ചോദ്യം, എഴുന്നേറ്റവർ ആരെന്താ നേരത്തെ ചെയ്യാഞ്ഞ്? ഇതൊന്നും ഒരു വഴക്കല്ല. ഇപ്പം എന്ത് പറഞ്ഞാലും ഒരു വഴക്കിൻ്റെ ലെവലിലാണ് കാണുന്നത്. ഈ കുറ്റപ്പെടുത്തലും പരിഭവം പറച്ചിലും ഒക്കെ ഒരു സൗന്ദര്യമാണ്. അതേ ഇപ്പം അങ്ങനെയുള്ള എല്ലാവരും വൈകാരികമായി ദൗർബല്യത്തിൻ്റെ പരമകോടിയിൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് പറഞ്ഞാലും കുറ്റമായിട്ടും ദുഃഖമായിട്ടും എന്നാലും എന്നോടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ അങ്ങനെയല്ല, കുറേയും കൂടെ വൈകാരികമായി ശക്തരായിരുന്നുകൊണ്ട് ഈ പരസ്പരം കുറ്റം പറച്ചിലുകളൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷ്യമായി മാറും, പരസ്പര സഹകരണത്തിൻ്റെ ഭാഷ്യമായി മാറും, പരസ്പരം സെക്യൂർ ആകുന്നതിൻ്റെ, സുരക്ഷിതരാകുന്നതിൻ്റെ ഭാഗമായി മാറും. ഇതെല്ലാം നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ ഈ ആചാരങ്ങളെല്ലാം തിരിച്ചു വരണം. ശിവരാത്രി ദിവസം കാവ്യം ചെയ്യുക, ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി ഭസ്മമൊക്കെ ചാണകമൊക്കെ ഉരുട്ടി വയ്ക്കുക. ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ 10 പേര് ഇത് കണ്ട് ചെയ്യും. അടുത്ത വർഷം ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ പലരും നിർത്തിയെന്ന് ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ നോക്കുന്നില്ല. തുടരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെയാണ് അത്തപ്പൂ ഇടുന്നതൊക്കെ. തുടരുന്ന കാര്യങ്ങളെല്ലാം നിർത്താതെ കൊണ്ടുപോകണം. അപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും തുടങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്, പിന്നെ അങ്ങോട്ട് തടസ്സം ഉണ്ടാകും. അതുകൊണ്ട് ശിവരാത്രി ദിവസമുള്ള ആചാരങ്ങളെല്ലാം കളയാതിരിക്കുക, രാത്രിയിൽ ഉറക്കം നിൽക്കുക, നോൺ വെജ് കഴിക്കാതിരിക്കുക, പരമാവധി ആഹാരം കഴിക്കാതിരിക്കുക, ഉപവാസം. അന്നത്തെ ദിവസം നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുമ്പം ഈ ആന്തരിക അവയവങ്ങളിലെ ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയൊക്കെ ഒന്ന് നിർത്തിവെച്ച്, ദഹനേന്ദ്രിയമൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് ആ ദിവസം എല്ലാം ഒന്ന് സ്വിച്ച് ഓഫായി അകവൊക്കെ കിടക്കട്ടെ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു മൂല്യവും കൂടും, വിശപ്പും വരും. ഈ വിശക്കാതിരുന്ന് കഴിച്ചിട്ട് വല്ല രോഗവും ദുർമേധസ്സും കൂടിയിട്ട് കാര്യമുണ്ടോ? ആ ഒരു ദിവസത്തിന് സമ്പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് ശിവനാമങ്ങളൊക്കെ ചൊല്ലി അങ്ങനെയൊക്കെ ഇരിക്കണം. എല്ലാവരും പരസ്പരം വഴക്കിടാതെ, ചെറിയ കാര്യത്തിൽ പോലും അനിഷ്ടം പറയാതെ ബോധപൂർവ്വം ആ ദിവസത്തിനെ ഉപയോഗിക്കണം. കാരണം അത്രയും പവിത്രമായി നമ്മൾ ആ ദിവസത്തെ കാണാം. നമുക്ക് ദോഷം വരാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളെ കൂടുതൽ ശക്തമായി നേരിടുകയാണ്. അവിടെ ഒരുപാട് മനഃശാസ്ത്രപരമായ തയ്യാറെടുപ്പാണ് ശിവരാത്രിക്ക് നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങളെ കൃത്യമായി പാലിക്കണം. അവിടെ നമ്മൾ കഥകളൊക്കെ പറയുന്നത് ഇപ്പം മിത്തും സത്യവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അവിടെ നമ്മൾ ഈ മിത്ത് പറയുമ്പോൾ സത്യത്തിലേക്കുള്ള വഴി തുറക്കാനായിരിക്കണം. സത്യത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ഇപ്പം ആരോടെങ്കിലും ഹൈന്ദവരോട് സാധാരണഗതിയിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു കഥ എടുത്ത് പറയും. അങ്ങനെ പോയി ശിവനും പോയി അവിടെ ഒരു ശാസ്ത്രീയത ഒരു കുട്ടി ചോദിച്ചാൽ എന്ത് പറയും? അത് പറയാനില്ല താനും, അല്ലെങ്കിൽ പറയാനില്ലാഞ്ഞിട്ടല്ല, അവർക്കറിയില്ല. നമ്മളതുകൊണ്ട് ശാസ്ത്രീയതയിലൂടെ അതിനെ നോക്കിക്കാണും. ശിവരാത്രി എല്ലാവരും മംഗളമായിട്ട് ആഘോഷിക്കണം. നമ്മൾ ആ ദിവസം ലഹരി വസ്തുക്കളോ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നതായ, മനസ്സിനെ കലുഷമാക്കുന്നതായ ആഹാരമോ ഒന്നും കഴിക്കാനിടവരാതെ വ്രതശുദ്ധിയോടുകൂടി രാവിലെ ഈ ഭസ്മമൊക്കെ ഇങ്ങനെ വെച്ച് ഭഗവാനെയൊക്കെ പോയി കണ്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഇളനീരൊക്കെ വാങ്ങിച്ച്, അഭിഷേകം ചെയ്ത ഇളനീര് കിട്ടുമല്ലോ, അതൊക്കെ കുടിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിച്ച് അങ്ങനെ ഏറ്റവും സുന്ദരമായിട്ട് ആഘോഷിക്കാനിടവരട്ടെ. ശിവരാത്രി ആശംസകൾ നേരുകയാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.